ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നിലവിൽ 2 പരിശീലകർ ചേർന്നുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിക്കുന്നത്. ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന TG പുരുഷോത്തമനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന തോമസ് ഷോർസും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ക്ലബിനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ അടുത്ത സീസണിലേക്ക് ഒരു മുഖ്യ പരിശീലകനെ ക്ലബിന് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. തോമസ് ഷോർസ് സീനിയർ ടീമിലേക്ക് എത്തിയപ്പോൾ റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് ഒരു ഒഴിവ് കിടപ്പുണ്ട്. അതിലേക്ക് പുതിയ പരിശീലകന് വേണ്ടിയുള്ള അപേക്ഷകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു ലെറ്ററൊക്കെ നമുക്കിപ്പോൾ എക്സിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇത് എന്തിൻ്റെ സൂചനയാണ്? അതാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്. കാരണം തോമസ് ഷോർസ് ഇതോടുകൂടി റിസർവ് ടീമിലേക്ക് മടങ്ങില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം പുതിയ ഒരു പരിശീലകനെ ക്ലബ്ബ് നിയമിക്കുകയാണ്. അപ്പോൾ ഷോർസിന്റെ ക്ലബിലെ ജോലി എന്തായിരിക്കും? അതായത് ഒരു മുഖ്യ പരിശീലകനെ ക്ലബ്ബ് കൊണ്ടുവരുമ്പോൾ ഷോർസ് അവിടെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇത്. അതല്ല എങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഷോർസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ക്ലബ്ബ് അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല. മറിച്ച് ഒരു പുതിയ പരിശീലകൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഷോർസ് ആ ഒരു സീനിയർ ടീമിനോടൊപ്പം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം ഇനി റിസർവ് ടീമിലേക്ക് മടങ്ങില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് റിസർവ് ടീമിലേക്ക് ഒരു മുഖ്യ പരിശീലകന് വേണ്ടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.